നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ പദ്ധതിക്ക് മുൻഗണന നൽകി മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ്. പഞ്ചായത്തിൽ പൊതുകളിസ്ഥലം നിർമ്മിക്കാനും ബജറ്റിൽ തുക വകയിരുത്തി. വൈസ് പ്രസിഡന്റ് സി മുകേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വാർഷിക ബജറ്റാണ് മുതുതല ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സി മുകേഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി 7.30 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ മൈതാന നിർമ്മാണത്തിനായി 1.20 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ തുടർ പ്രവൃത്തികൾക്കായി 25 ലക്ഷം രൂപ വകയിരുത്തി. ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. 31,26,52,020 രൂപ വരവും 30,16,85,940 രൂപ ചിലവും 1,09,66,080 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വിവിധ യുവസദസ്സുകളുടെ ലഭ്യത ഉറപ്പുവരുത്തി 1,000 ലക്ഷ്യമിട്ടും പ്രവർത്തനം തുടർന്നതോടൊപ്പം തൊഴിൽ പദ്ധതിയുടെ 6 കോടി രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 7 കോടി രൂപയും നമ്മുടെ പഞ്ചായത്ത് ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു. വിവിധ നേതൃത്വമായ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്നും MLA MP ഫണ്ടുകളും പഞ്ചായത്തിന് ലഭ്യമാക്കുന്നത് ഭരണസമിതി ഏറ്റവും മികച്ച രീതിയിൽ ഇടപെട്ട് വരുന്നുണ്ട്. സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 4,049 രൂപ, അഗ്രികൾച്ചർ വിഭാഗം 189 രൂപ, ഓൾഡ് ഏജിൽ 2,207 രൂപ, അൺമാരീഡിൽ 145 രൂപ, ഡിസബിലിറ്റിയിൽ 365 രൂപ, വിധവ പെൻഷൻ 1,143 രൂപ. 449 പേർക്ക് നമ്മുടെ പഞ്ചായത്തിൽ 1,600 രൂപ വെച്ചുകൊണ്ട് ഓരോ മാസവും സുരക്ഷാ പെൻഷൻ കൊടുക്കാനായി കഴിയുന്നു എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. മറ്റു മെമ്പർമാരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി കൊടുമുണ്ടയിൽ കലാഭവൻ മണിയെ അനുസ്മരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊടുമുണ്ട അമ്മ ഭഗവതി കലാക്ഷേത്രവും USA ഫ്ലവേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടാമ്പി കൊടുമുണ്ടയിൽ 9ാമത് കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചത്. കൊടുമുണ്ട ബാബു സോട്ടൂർ നടന്ന അനുസ്മരണ സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടി നീക്കിവെച്ചു പോയ അദ്ദേഹത്തിന്റെ കഴിവുകൾ അതിന്നും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് നമ്മളിലൂടെ കലാഭവൻ മണി ജീവിച്ചുകൊണ്ടിരിക്കും. പല കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തമായി വളരെ കഷ്ടപ്പെട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായി. ദാരിദ്ര്യവും മറ്റു നമ്മുടെ വ്യവസ്ഥിതികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയുമൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് ഏതൊരു കലാകാരനെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ബഹുമുഖ പ്രതിഭയായി മാറുകയും ഓരോ മേഖലയിലും താൻ പ്രവർത്തിച്ച മേഖലയിലൊക്കെ തന്നെ നമ്പർ 1 എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ അംഗീകാരം നേടിക്കൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു കലാകാരനാണ് കലാഭവൻ. നമുക്കറിയാം, വളരെ കടുത്ത ദാരിദ്ര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലം ഉണ്ടായിരുന്നത്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. മണികണ്ഠൻ കാട്ടാമ്പിള്ളി, മണികണ്ഠൻ പെരുമ്പടമ്പ്, സിനിമ പിന്നണി ഗായകൻ മണികണ്ഠൻ തവനൂർ, ആശ തൃപ്പൂണിത്തറ, നവജീവൻ സബൂറ, ബാലൻ പേരടിയൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ ആനയോട്ടം തിങ്കളാഴ്ച നടക്കും. മുൻനിരയിൽ ഓടുന്ന ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കുംഭത്തിലെ പൂയം നാളിൽ സ്വർണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി 10 ദിവസം ഭക്തിയിലാറാടും. തിങ്കളാഴ്ച രാവിലെ ആനയില്ലാ ശിവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാവുക. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ദേവദാസ്, നന്ദൻ ആനകൾ കരുതലായി ഉണ്ടാകും. 10 ആനകളാണ് ചടങ്ങിൽ പങ്കെടുക്കുക. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശി കരുവാൻ വളപ്പിൽ ജിജേഷിന്റെ മകൾ ആൻബിയ എന്ന ബാലികയാണ് നറുക്കെടുത്തത്.
കുട്ടിക്കും രക്ഷിതാക്കൾക്കും ദേവസ്വം ആചാരപൂർവ്വം സ്വീകരണം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ, ആനപ്രേമി സംഘം പ്രസിഡന്റ് കെ പി ഉദയൻ, സജീവൻ നമ്പിയത്ത്, ജയൻ ആലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതാണ് ആനയില്ലാ ശീവേലിയും ആനയോട്ടവും. ദിവസവും ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ ഉത്സവക്കൊടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുക. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് കൈകളിലേന്തി 3 പ്രദക്ഷിണം ചെയ്ത് ശീവേലി പൂർത്തിയാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് ആനകളെ അയച്ചിരുന്നത്. ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചി രാജാവ് ഒരിക്കൽ ആനകളെ അയച്ചില്ല. ആനയില്ലാത്തതിന്റെ മനോവിഷമത്തിൽ ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചുവെന്നും ഈ സമയം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് അണിയിച്ചുരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണി കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തിയെന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാത്ത ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തുക. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയോട്ടത്തിനു ശേഷം രാത്രി തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിന് ശേഷമാണ് കൊടിയേറ്റം. 8ാം വിളക്ക് ദിവസമായ 17-ന് ഉത്സവ ബലിയും 18-ന് പള്ളിവേട്ടയും നടക്കും. 19-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി. 1 ഹെക്ടറിലാണ് ഇത്തവണ തണ്ണിമത്തൻ കൃഷി നടപ്പാക്കിയത്. യുവാക്കളുടെ നേതൃത്വത്തിലായിരുന്നു തണ്ണിമത്തൻ കൃഷി. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 1.5 ഹെക്ടർ സ്ഥലത്താണ് ഇത്തവണ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇത്തവണത്തെ തണ്ണിമത്തൻ കൃഷി. കൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി തണ്ണിമത്തൻ കൃഷിയിലെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെന്തായാലും നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പദ്ധതികളൊക്കെ തന്നെ കഴിഞ്ഞ 2024-25 സാമ്പത്തിക വർഷം പൂർത്തീകരിച്ചു 100%. അതോടൊപ്പം തന്നെ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് 14-ാം വാർഡിലെ കുറേ ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് തണ്ണിമത്തൻ കൃഷി ഈ വർഷം അവരൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷം അതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് ആ കൃഷിക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട്, സഹായം കൊടുത്തുകൊണ്ട് എങ്ങനെ അത് കുറച്ചുകൂടി വിപുലീകരിച്ച് നടത്താൻ പറ്റും എന്നുള്ളത് ഒരു ശ്രമം കൂടി ചെയ്യണം. വാർഡ് മെമ്പർ ബാലഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി, കർഷകർ, കൃഷി ഓഫീസർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അടുത്ത വർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ ജനകീയാസൂത്രണ പദ്ധതിയിൽ 1 വർഷം മുമ്പ് ഈ പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കിത് ചെയ്യാൻ ആളുകളെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാന ഫണ്ട് മാറ്റി വേറെ ഇതിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ യുവ കർഷകർ ഇത് ചെയ്യാൻ സന്നദ്ധരായി വന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് അടുത്ത വർഷം നമ്മുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇപ്പം നെല്ലിനും പച്ചക്കറിക്കൊക്കെ കൊടുക്കുന്ന പോലെ തണ്ണിമത്തൻ കൃഷിക്കും 1 ഹെക്ടറിന് എത്ര എന്നുള്ള രീതിയിൽ നമുക്ക് കൂലിച്ചെലവ് ആനുകൂല്യം നൽകാൻ സാധിക്കും. അപ്പോൾ അടുത്ത വർഷത്തുള്ള പ്രൊജക്റ്റിൽ നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും. വാദ്യകലാകാരന്മാരുടെ മേളപ്പെരുക്കവും ഗജവീരന്മാരുടെ തലയെടുപ്പും ഒത്തുചേർന്നതോടെ കൂറ്റനാട് കോതച്ചിറ അയ്യപ്പൻകാവ് താലപ്പൊലി വർണ്ണവിസ്മയ കാഴ്ചയായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ദേവിക്ക് പൂമൂടലുണ്ടായി. തുടർന്ന് വേങ്ങാട്ടൂർ മനയിലേക്ക് ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയിൽ ദേവസ്വം എഴുന്നള്ളിപ്പ് ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് വേങ്ങാട്ടൂർ മനയിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ദേവീ സന്നിധിയിലെത്തി. ദേവസ്വംപുരത്തിൽ പറക്കാട് തങ്കപ്പന്മാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് ശേഷം തട്ടകത്തെ ദേശകമ്മിറ്റികളുടെ പൂരം വരവുകൾക്ക് തുടക്കമായി. ഉത്സവ പൂരാഘോഷ കമ്മിറ്റിയുടെ 3 ആന പഞ്ചവാദ്യവുമായി എത്തിയപ്പോൾ ആലിൻചുവട് ഉത്സവ കമ്മിറ്റി പേരുകേട്ട ഗജവീരന്മാരിൽ ഒന്നായ തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിച്ചെത്തിയതോടെ ഉത്സവപ്പറമ്പ് ആവേശത്തിലായി. മേളത്തിൽ പെരുവനം കുട്ടന്മാരാരും സംഘവും ഉത്സവപ്പറമ്പിൽ താളമേള വാദ്യവിസ്മയങ്ങൾ തീർത്തു. ഗജവീരൻ ചിറക്കൽ കാളിദാസിനെ ഗാലക്സി ആഘോഷ കമ്മിറ്റി നെടുനായക സ്ഥാനത്ത് എഴുന്നള്ളിച്ചെത്തി. കിഴക്കുംഭാഗം കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് ചെറുപ്പുളശ്ശേരി ശിവനും കോങ്ങാട് മധുവും താളവിസ്മയം തീർത്തു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ 7 ആനപ്പൂരങ്ങളും 2 കാവടി നാഗസ്വരവുമടക്കം 14 കൊടിവരവുകളുണ്ടായി. വൈകിട്ട് നാടൻ കലാരൂപങ്ങളടക്കം 12 കാളവേലകൾ ദേവിയെ കണ്ടുമടങ്ങി. അമ്പലപ്പറമ്പിൽ ഭഗവതിക്ക് അഭിമുഖമായി 10 ആനകളെ കൂട്ടിയെഴുന്നള്ളിച്ചു. രാത്രി 9-ന് ആൽത്തറയ്ക്കു സമീപം പഞ്ചവാദ്യമുണ്ടായി. രാത്രി താലമെഴുന്നള്ളിപ്പ് നടന്നു. പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പോടെ ഉത്സവത്തിന് സമാപനമായി.
കുണ്ടറ വരവൂർ പാതയിൽ പൂങ്ങോട് നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറിഞ്ഞു. കാറിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഉച്ചയ്ക്ക് 12:30 അപകടത്തിൽപ്പെട്ടത്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.